5 മണിക്ക് ഞങ്ങൾ തത്ത കിടന്ന് കരയുന്ന കേട്ടോണ്ട് വെളിയിലിറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴത്തേന് 2 സൈഡിൽ നിന്നും കൂടെ വെള്ളം എരച്ച് കയറുമായിരുന്നു. അരി വെള്ളത്തിലായി. റേഷൻ കടയിലെ ഗാർഡും എല്ലാം പോയി. എന്തോ ചെയ്യാനും പറ്റും, ആരോട് പറയാനാ? എല്ലാം ഇതാ അവസ്ഥ. കൂലിവേല ചെയ്ത് മേടിക്കുന്നതാ, എല്ലാം നശിച്ചു. ഞങ്ങൾക്ക് ഇനി ഒരു സാധനം, ഒരു സർട്ടിഫിക്കറ്റ് ആട്ടെ, ഒരു റേഷൻ കാർഡ് ആട്ടെ, ഒരു സാധനവും ഈ വീട്ടിലില്ല. EMI വഴി ഞങ്ങൾ മേടിച്ചതാണ് ഫ്രിഡ്ജ്. അതിൻ്റെ കട ഈ മാസമാണ് വീടിയത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം എല്ലാം വാരി അവിടെ ഇട്ടേക്കുക. ഒരു കട്ടിലാട്ടെ മെത്തയാട്ടെ ഒന്നും ഞങ്ങൾക്കില്ല, ഒരു സാധനവുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. സാധനങ്ങളെല്ലാം പോയി, ഞങ്ങളെല്ലാം കളഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുകളാണിത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. റേഷൻ കാർഡ് പോലും ഇല്ല, എല്ലാം വെള്ളത്തിലാണ്ട് കുതിർന്ന് കിടക്കുക. നമസ്കാരം. റാന്നി ടൗണിന് സമീപമുള്ള പുല്ലപ്രം എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഉള്ള വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറിയിരുന്നു. വലിയ നാശനഷ്ടം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇവരെത്തി ഇപ്പോൾ വീട് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ വീട്ടു സാധനങ്ങളെല്ലാം വീടിന് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. നിരവധി വീടുകളിലാണ് ഇത്തരത്തിൽ വെള്ളം കയറി നശിച്ചിരിക്കുന്നത്. അവരുടെ വീട്ടു സാധനങ്ങളെല്ലാം നഷ്ടമായി എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഈ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ്. അവർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇന്നലെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് നിങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ തത്ത കിടന്ന് കരയുന്ന കേട്ടോണ്ട് വെളിയിലിറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴത്തേന് 2 സൈഡിൽ നിന്നും കൂടെ വെള്ളം എരച്ച് കയറുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ വീട്ടിൽ സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ച് കൂലിവേല ചെയ്ത് മേടിക്കുന്നതാണ്. എല്ലാം നശിച്ചു. ഞങ്ങൾക്ക് ഇനി ഒരു സാധനം, ഒരു സർട്ടിഫിക്കറ്റ് ആട്ടെ, ഒരു റേഷൻ കാർഡ് ആട്ടെ, ഒരു സാധനവും ഈ വീട്ടിലില്ല. എല്ലാം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭാര്യ മുറ്റത്തിട്ടേക്കുക. ഇത് എവിടെ തൊട്ട് തുടങ്ങണം, ഇതെല്ലാം ഇനി എങ്ങനെ ഉണ്ടാക്കും, ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഇത് 2-3 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ അനുഭവിക്കുക. അല്ലാതെ ഇപ്പം നമ്മൾ എന്തോ ചെയ്യാൻ, ഇനി നമ്മളെ സഹായിക്കാൻ പോലും ആരുമില്ല. കാരണം ഇത് ഞങ്ങൾ അറിയിക്കേണ്ടിടത്തൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞുങ്ങൾ പോലും ഞങ്ങളെ ഒരു സഹായത്തിനോ ഒരു ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ ഞങ്ങൾ വാടകക്കാരാന്ന് പറഞ്ഞാൽ ഇവരെ തള്ളിയിട്ടേക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും ഒരു സഹായമില്ല. വെള്ളം കയറിയാലും അത് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് വേണം കഷ്ടപ്പെടാനും ഇതെല്ലാം വൃത്തിയാക്കാനും എല്ലാം. ഇപ്പം ഞങ്ങൾ ഒരു പയ്യനെ കൂലിക്ക് വിളിച്ചേക്കുക. കാരണം ഞങ്ങളെ കൊണ്ട് തന്നെ കഷ്ടപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ജീവൻ രക്ഷിച്ച് ഞങ്ങൾ ഇന്നലെ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഒരു സാധനം എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. ഞങ്ങൾക്കൊരു 17 വയസ്സുള്ള ഒരു മോളുണ്ട്. ആ കുഞ്ഞിൻ്റെ പുസ്തകവും സകല ഡ്രസ്സുകളും നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിനെ ഇപ്പം ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് ആക്കിയേക്കുക. പിന്നെ കോളേജിൽ പഠിക്കുക, വെണ്ണിക്കുളം പിന്നെ പോളി പഠിക്കുക. കൊണ്ട് ചേർത്തതേ ഉള്ളൂ. എല്ലാം പോയി, ഒന്നുമില്ല. ഈ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം ഒന്നും രാവിലെ കഴിച്ചില്ല. മേളിൽ നിന്ന് ഒരു 2 ഗ്ലാസ് കടുങ്കാപ്പി ഇപ്പോൾ അനിയത്തി പോയി മേടിച്ചുകൊണ്ട് വന്ന് അത് മാത്രം ഞങ്ങൾ കുടിച്ചതേ ഉള്ളൂ. അല്ലാതെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ തുണ്ടത്തിപ്പള്ളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സ്ഥാപനം, ഒരു പള്ളിയുണ്ട്. അവിടുന്ന് ഞങ്ങൾക്ക് മെമ്പർ പോയി ഞങ്ങൾക്ക് അവിടെ ആക്കി ആഹാരമൊക്കെ തന്നു. അവിടുന്ന് ഇന്നത്തെ ഭക്ഷണം ആരും കൊണ്ടുവന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് അവിടെ ചെന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. TV, ഫ്രിഡ്ജാണെങ്കിൽ മേടിച്ചിട്ട് EMI വഴി ഞങ്ങൾ മേടിച്ചതാണ് ഫ്രിഡ്ജ്. അതിൻ്റെ കട ഈ മാസമാണ് വീടിയത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം വാരി അവിടെ ഇട്ടേക്കുക. ഒരു കട്ടിലാട്ടെ മെത്തയാട്ടെ ഒന്നും ഞങ്ങൾക്കില്ല, ഒരു സാധനവുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. 2018 ഇതുപോലെ പ്രളയം ഉണ്ടായിരുന്നു. 2018 ഇത് ഫുള്ള് മുങ്ങിപ്പോയതാണ്. ഈ വീടും ഫുള്ളേ മുങ്ങി. അന്ന് പിന്നെ ഞങ്ങൾ ഒത്തിരി ആൾക്കാർ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളെല്ലാം കൊണ്ട് എത്തിച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ അന്ന് സാധനങ്ങളെല്ലാം പോയി, ഞങ്ങളെല്ലാം കളഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുകളാണിത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. റേഷൻ കാർഡ് പോലും ഇല്ല, എല്ലാം വെള്ളത്തിലാണ്ട് കുതിർന്ന് കിടക്കുക. അരി വെള്ളത്തിലായി. റേഷൻ കടയിലെ ഗാർഡും എല്ലാം പോയി. എന്തോ ചെയ്യാനും പറ്റും, ആരോട് പറയാനാ? എല്ലാം ഇതാ അവസ്ഥ. ചേട്ടൻ്റെ ജോലി? എനിക്ക് കൂലിപ്പണിയാ. എല്ലാം പോയി. ഞാൻ തൊട്ടുണ്ടാക്കുന്നു. വലിയ ദുരിതം തന്നെയാണ് ഈ മേഖലയിലുള്ള ആളുകൾക്ക്. കാരണം ഇവർ രാവിലെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. സന്നദ്ധ പ്രവർത്തകരാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. ഇവർ എപ്പോഴും ക്ലീനിങ് പരിപാടി തുടരുകയാണ്. വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. 2018 നഷ്ടമായതെല്ലാം ഇവർ തിരികെ പിടിക്കുന്ന ഒരു ശ്രമമായിരുന്നു. 6 വർഷമാകുമ്പോഴേക്കും വീണ്ടും ഈ വീട്ടിലുള്ള ആളുകളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും സമ്പാദ്യങ്ങളെല്ലാം നഷ്ടമായിരിക്കുകയാണ്. പ്രധാനമായി പറയാനുള്ളത് ഈ വിദ്യാർത്ഥിയായ ഒരു മകളാണുള്ളത്. മകളുടെ പഠനോപകരണങ്ങളും പുസ്തകങ്ങളും എല്ലാം നശിക്കുകയും ചെയ്തു. ഏതായാലും ഭാഗ്യം കൊണ്ടാണ് ഇവർ രാവിലെ ജീവനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അത്തരത്തിൽ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഈ മഴക്കാലത്തെ ഈ പ്രളയത്തിൽ റാന്നി മേഖലയിൽ ഉണ്ടായത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.